ഈ മുസ്ലിം എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രമുള്ളൊരു സംഗതിയാണോ? അതല്ല, മുസ്ലിം എന്ന് പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടുന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം ആ സമുദായത്തിൻ്റെ പ്രശ്നമാണ്. അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഈ രാജ്യത്തെ മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടാണോ മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്തേണ്ടത്? അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഏറ്റവും വീക്കർ സെക്ഷനാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവർക്കുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്താമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നം പുരുഷന്മാർ ഒഴിവാക്കിയാൽ ഈ സംവിധാനം ഉണ്ടാവില്ലല്ലോ. ഒരു ഭാര്യ കോടതിയിലേക്ക് വരുന്നത്, ഞാനിപ്പോൾ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പ്രാക്ടിക്കലി എനിക്കറിയാം. പരമാവധി ശ്രമിച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് ചിലവിനൊക്കെ ഭർത്താവ് വരും, സംരക്ഷിക്കുന്നൊക്കെ. മുസ്ലിം പുരുഷന്മാർ ആ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായി അവരുടെ ഭാര്യമാരെ ട്രീറ്റ് ചെയ്താൽ അവരുടെ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിൽക്കും, ഒരാൾ കോടതിയിലും പോകില്ല. ഓക്കെ.